നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും വലിയ മടിയാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ ആ ബ്രെയിനിൻ്റെ ടെൻഷനും താളത്തിനും നിന്ന് കൊടുത്താൽ നല്ല കടൽ വീഴും. അപ്പോൾ ബ്രെയിന് വൺസ് ഇത് ഈസിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രെയിൻ അത് ചെയ്യാൻ വേണ്ടി കൂടുതൽ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബ്രെയിൻ ഇത് എങ്ങനെ ഈസിയാക്കി കൊടുക്കും എന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള ചാപ്റ്ററിൽ പറയുന്നത്. ബാ പറഞ്ഞു. അസ്സലാമു അലൈക്കും, ഞാൻ ആദ്യം. And this is chapter 10, 11, 12, 13, 14 of Atomic Habits, which is ചാപ്റ്ററിൻ്റെ പേരും പറയണല്ലേ. How to find the cause and fix the habit, walk slowly but never backwards, the law of least effort, how to stop procrastinating, how to make good habits inevitable. എല്ലാ ചാപ്റ്ററും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഈ 10 to 14 ഓരോ ചാപ്റ്റേഴ്സ് ഓരോ വീഡിയോ ആക്കി എടുക്കാൻ സത്യം പറഞ്ഞാൽ അതിനുള്ളതൊന്നുമില്ല. ഓരോ വീഡിയോ ആക്കി എടുക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. ഈ ചാപ്റ്ററിൽ ഈ 10 to 14 എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഹാബിറ്റ് എങ്ങനെ സിമ്പിൾ ആക്കാം, എങ്ങനെ ഈസി ആക്കാം എന്നുള്ളതാണ്. അതൊരു 3 സ്റ്റെപ്പാക്കി പറയാനുണ്ട്. ആ 3 സ്റ്റെപ്പ് കുറച്ചൊക്കെ മുമ്പത്തെ ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരു ഫോർമുല പോലെ സെറ്റാക്കി തരാം. സോ നമ്മൾ മുമ്പത്തെ ചാപ്റ്റർ കാണാത്തവർ ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കാണാം, അല്ലെങ്കിൽ സിങ്ക് ആവില്ല. മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ബ്രെയിനിന് വൺസ് ഇത് ഈ പ്രോസസ്സൊക്കെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടില്ല, എഫേർട്ട്ലെസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രെയിൻ അത് കൂടുതൽ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബ്രെയിൻ ഈസി ആക്കി കണ്ടു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ചെയ്തു പോകും. സോ അതെങ്ങനെ ഈസി ആക്കണം എന്നുള്ള 3 സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് 1, ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. ഈ ഡോപ്പമൈൻ ക്രേവിങ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ വൺസ് ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഏതിനോടാണ് നമുക്ക് ഡോപ്പമൈനും ക്രേവിങ് ഉള്ളത്, ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മുടെ ആ റിവാർഡ് സിസ്റ്റം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. പക്ഷേ നമുക്ക് ഏത് ഹാബിറ്റാണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അത് ആ കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ആൻറ്റിസിപ്പേഷനിലാണ് നമ്മൾ ചെയ്ത് തീർക്കേണ്ടത്. എന്നാലേ നമ്മൾ ചെയ്യാൻ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുള്ളൂ. ആ ഡോപ്പമൈൻ ആ ഹാബിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കേണ്ട രീതിയാകണം. ഫോർ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ പേഴ്സണലി കറൻ്റ് യൂസ് ചെയ്യുന്ന ഒരു ഡോപ്പമൈനാണ് ബ്രേക്കിംഗ് ബാഡ് സീരീസ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് വീഡിയോസും ഇതേപോലെ എടുക്കാനുണ്ട്. അപ്പോൾ എനിക്ക് വെച്ചിരുന്ന ടേംസാണ് ഒരു വീഡിയോ എങ്കിലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു എപ്പിസോഡ് കാണാം. ആ ഒരു ടേംസിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് 2, കാർഡിനൽ റൂൾ ഓഫ് ബിഹേവിയർ ചേഞ്ച്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ എന്തെങ്കിലും നല്ലൊരു ഹാബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ റിവാർഡ് ചെയ്യണം. അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡിലേ ആക്കരുത്. ഡിലേ ആക്കി കഴിഞ്ഞാൽ ബ്രെയിൻ അപ്പം തന്നെ മടുപ്പ് വരും. മടുപ്പ് വന്നാൽ ആ ഹാബിറ്റ് പിന്നെ ചെയ്യാനൊരു മോട്ടീവ് ഉണ്ടാവില്ല. അപ്പോൾ റിവാർഡൊക്കെ ഇൻസ്റ്റൻ്റ് ആയിരിക്കണം, ഡിലേ ആക്കരുത്. അതാണ് കാർഡിനൽ റൂൾ ഓഫ് ബിഹേവിയർ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പട്ടികൾക്ക് ഉണ്ടല്ലോ പെറ്റായിട്ടുള്ള, അവരെന്തെങ്കിലും നല്ല ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ നല്ല ഹാബിറ്റ് ചെയ്യുമ്പോൾ. അതവർ പിന്നെയും പ്രൊവോക്ക് ചെയ്യാനാണ്. നല്ല ഹാബിറ്റ് ചെയ്താൽ ഇങ്ങനെ ഫുഡ് കിട്ടുന്നത്. പിന്നെ ഈ ബിഗ് ബാങ് തിയറി കണ്ടവർക്ക് മനസ്സിലാവും. അതിലൊരു എപ്പിസോഡിൽ ഷെൽഡൺ പെനിക്ക് ഓരോ വട്ടം നല്ല ഹാബിറ്റ് ചെയ്യുമ്പോഴും ഈ ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ചെയ്യുന്നുണ്ട്. അത് ഈ റൂളിനെ കളിയാക്കിയിട്ട് സർക്കാസ്റ്റിക് ആയിട്ടാണ് ആ എപ്പിസോഡിൽ കാണിക്കുന്നത്. കണ്ടവർക്ക് മനസ്സിലാവും. Oh, am I talking too much? I'm sorry. Zip. Thank you. Chocolate? Yes, please. And step 3, the law of least effort and commitment device. ഇത് നമ്മൾ നേരത്തെ ചാപ്റ്റർ പറഞ്ഞ കാര്യമാണ്. ഏത് മറ്റേ 2 minute റൂൾ. 2 minute റൂൾ എന്താ സംഭവം? ഞാൻ അത് കൂടുതൽ വലിച്ചു നീക്കുന്നൊന്നുമില്ല. ഏത് ഹാബിറ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഹാബിറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും 2 minutes കൂടുതൽ ചെയ്യേണ്ടതാവരുത്. ചെയ്ത് കഴിഞ്ഞാൽ മടുത്താൽ നിങ്ങൾ പിന്നെ ഹാബിറ്റേ ചെയ്യാണ്ടിരിക്കും. പിന്നെ കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഏത് ഹാബിറ്റാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊരിക്കലും ബുദ്ധിമുട്ടുള്ളതാവരുത്. സിമ്പിൾ ആയിരിക്കണം, ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയതായിരിക്കണം. അതായത് സറൗണ്ടിങ്സ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഡയറ്റിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജങ്ക് ഫുഡ്സ് വീട്ടിൽ വെക്കാൻ പാടില്ല. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കിൾസ്, ആ ഗ്രൂപ്പ്സ്, ഇപ്പോൾ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാൻ മോട്ടീവായിട്ട് നിൽക്കണമെങ്കിൽ ജിമ്മന്മാരുടെ ഇടയിൽ കൂട്ടുകൂടാം. അവരുടെ സർക്കിളിൽ നമ്മൾ ഇടുന്ന ഇടപെടുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ചെയ്തു പോകും, നമ്മൾ തന്നെ അറിയാണ്ട്. അതാണ് കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ്.
അപ്പോൾ ഈ പറഞ്ഞ ഈ 3 സ്റ്റെപ്സും കൂടി കൂട്ടി കുഴക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഹാബിറ്റ് ഈസി ആക്കാൻ പറ്റുന്നത്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്സ്? ഡോപ്പമൈൻ ആൻഡ് ക്രേവിംഗ്, ഇൻസ്റ്റന്റ് റിവാർഡ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഡിവൈസ് ആൻഡ് ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട്. ഈ 3 എണ്ണം കൂടി കൂട്ടി കുഴക്കുമ്പോഴാണ് നമ്മൾ ഹാബിറ്റ് ഈസി ആക്കി ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ബ്രെയിനിന് ഈസി ആയി തോന്നും. ഓക്കെ, സോ ഇനി ഈ ഈസി ആയി തോന്നിയ ഈ ഹാബിറ്റ് നമ്മുടെ ബ്രെയിനിനെ സാറ്റിസ്ഫൈഡ് ആക്കണം, തൃപ്തിപ്പെടുത്തണം. അതെന്താണെന്നാണ് ഇന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. സോ until then, I'm building something bigger. Stick around. Assalamu alaikum.